ഇന്നത്തെ അറിയിപ്പുകൾ. രാജ്യത്തെ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ജനനി എന്ന പേരിൽ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഗർഭധാരണം മുതൽ ശിശുപരിചരണം വരെയുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്തെ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ജനനി കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഗർഭധാരണം മുതൽ പ്രസവം വരെയും അതിനുശേഷമുള്ള ശിശു പരിചരണവും കൃത്യമായി നിരീക്ഷിക്കാനും അമ്മയ്ക്കും കുഞ്ഞിനും അർഹമായ ചികിത്സ ലഭിക്കാതെ പോകില്ലെന്ന് ഉറപ്പാക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത QR കോഡ് അടങ്ങിയ ഡിജിറ്റൽ ഹെൽത്ത് കാർഡാണ്. ഇതിലൂടെ ഡോക്ടർമാർക്ക് രോഗിയുടെ ചികിത്സാ വിവരങ്ങൾ ഉടനടി ലഭ്യമാകും. ഗർഭിണികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറിയാലും ഈ കാർഡ് ഉപയോഗിച്ച് ചികിത്സാ തുടർച്ച ഉറപ്പാക്കാം. ഗർഭകാല പരിശോധനകൾ, പ്രസവം, പ്രസവാനന്തര ശുശ്രൂഷകൾ, നവജാത ശിശുക്കളുടെ പരിചരണം, കുടുംബാസൂത്രണം എന്നിവയെല്ലാം ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കും. പഴയ RCH പോർട്ടലിന്റെ പരിഷ്കരിച്ച പതിപ്പായ ജനനി തത്സമയ വിവരങ്ങൾ നൽകുകയും കൃത്യസമയത്ത് ഇടപെടലുകൾ നടത്താൻ സഹായിക്കുകയും ചെയ്യും. കൃത്യസമയത്തുള്ള പരിശോധനകൾ, പ്രതിരോധ കുത്തിവെപ്പുകൾ എന്നിവ വിട്ടുപോകാതിരിക്കാൻ മൊബൈൽ ഫോണിലൂടെ അലേർട്ടുകൾ നൽകും. സങ്കീർണമായ ഗർഭാവസ്ഥകൾ മുൻകൂട്ടി കണ്ടെത്താനും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. പ്രതിരോധ കുത്തിവെപ്പുകൾക്കായുള്ള യുവിൻ, പോഷകാഹാര പദ്ധതിയായ പോഷൻ എന്നിവയുമായി ജനനിയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആധാർ, ആഭ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഗർഭിണികൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാം. മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ സ്വയം രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ യാത്രാ വരുമാനം കൂടിയെന്ന് റിപ്പോർട്ട്. 300 കോടിയിലധികം വരുമാനം നേടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ റെക്കോർഡിട്ടു. ഏറ്റവും കുറവ് വരുമാനം ലഭിച്ചത് കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 319.21 കോടി രൂപയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നേടിയത്. 287.32 കോടിയാണ് മുൻ വർഷത്തെ നേട്ടം. 267.50 കോടി രൂപ നേടി എറണാകുളം ജംഗ്ഷൻ രണ്ടാം സ്ഥാനത്തുണ്ട്. മുൻ വർഷത്തേതിൽ നിന്ന് 17.55 കോടി രൂപയുടെ വർധനവുണ്ടായി. 27 കോടിയിൽ നിന്ന് 218.63 കോടി വരുമാനത്തിലേക്ക് കുതിച്ച കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് സംസ്ഥാനത്ത് ഏറ്റവും വരുമാനമുള്ള മൂന്നാമത്തെ സ്റ്റേഷൻ. 7ാം സ്ഥാനത്തായിരുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 136.11 കോടി രൂപ വരുമാനത്തിലൂടെ 6ാം സ്ഥാനത്തായി. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആലുവ 10ാം സ്ഥാനത്ത് നിന്ന് 9ലേക്ക് കയറി. ചെങ്ങന്നൂർ, തിരുവനന്തപുരം നോർത്ത്, ഷൊർണൂർ ജംഗ്ഷൻ, കായംകുളം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിലെ വരുമാനത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിസർവ് യാത്രക്കാരുടെ വരുമാനത്തിനൊപ്പം അൺറിസർവ്ഡ് യാത്രാ വരുമാനവും ഇത്തവണ കൂടിയിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024-25 വർഷത്തെ കണക്ക് പ്രകാരം കേരളത്തിലെ 2 വന്ദേ ഭാരതുകളുടെ വരുമാനം 163 കോടി രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ കൃത്യം കണക്കെടുക്കാൻ KSRTC. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ടിക്കറ്റ് നൽകുമ്പോൾ സ്ത്രീ, പുരുഷൻ എന്ന് രേഖപ്പെടുത്തും. KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ കൃത്യം കണക്കറിയുന്നതിന് വേണ്ടി കൂടിയാണ് നീക്കം. ഇതിനായി ടിക്കറ്റ് മെഷീനുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ IT വിഭാഗം വരുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. വരാനിരിക്കുന്ന UDF സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി എത്ര സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കുന്നു എന്നതിന്റെ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഈ പുതിയ ടിക്കറ്റിംഗ് സംവിധാനം സഹായകരമാകും എന്നാണ് കണക്കുകൂട്ടൽ. മെയ് 9 മുതൽ എല്ലാ ഡിപ്പോകളിലും ഈ സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.